നമസ്കാരം, ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം. ചില ദിവസങ്ങൾ അനുകൂലവും ചില ദിവസങ്ങൾ പ്രതികൂലവും ചില ദിവസങ്ങൾ ഗുണദോഷ സമ്മിശ്രവുമായി നമ്മൾക്ക് അനുഭവപ്പെടാറുണ്ട്. ഇത് ചന്ദ്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ മനസ്സിൻ്റെ കാരകനായ ചന്ദ്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരവുമായി ബന്ധപ്പെട്ട് ഈ ആഴ്ചയിലെ എല്ലാ നക്ഷത്രക്കാരുടെയും ശുഭദിനങ്ങളും ഫലങ്ങളും ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. 1-ാമത്തെ രാശി മുതൽ 12-ാമത്തെ രാശി വരെ ക്രമേണ ഭോഗോദയമർത്ഥഹാനിം ജയം ഭയം ശോകമരാതിഭംഗം സുഖാന്യനിഷ്ടം ഗതമിഷ്ടസിദ്ധിം മോദം വ്യയം ച പ്രദദാതി ചന്ദ്രഃ. മാധവാചാര്യരുടെ മാധവീയത്തിലെ ഈ ശ്ലോകങ്ങൾക്കനുസരിച്ച് 12 രാശിക്കാരുടെയും ഈ ആഴ്ചയിലെ അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ദിനങ്ങളും ഫലങ്ങളും പരിശോധിക്കാം. ആദ്യം അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. മേടക്കൂറുകാരുടെ 5-ാമിടത്തും 6-ാമിടത്തും 7-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 4-ാം തീയതി ഉച്ചയ്ക്ക് 1:45 ശേഷവും 5-ാം തീയതിയും 6-ാം തീയതിയും 7-ാം തീയതിയും 8-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. തിങ്കളാഴ്ച മുതൽ 4-ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:45 വരെ ചന്ദ്രൻ 5-ാമിടത്ത് കൂടിയാണ് സഞ്ചരിക്കുന്നത്. 5-ാമിടത്ത് കൂടി ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിച്ചാൽ കാര്യതടസ്സം കാണുന്നു. ദുഃഖവും മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു. 4-ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:45 ശേഷം ഞായറാഴ്ച വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, ശത്രുനാശം, രോഗശമനം, ധനലാഭം, സൗഖ്യം, ശത്രുക്കളിന്മേൽ വിജയം, മൃഷ്ടാന്ന ലാഭം, ശയനസൗഖ്യം, സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, സുഖശയനം എന്നിവ ഫലങ്ങളാകുന്നു. അടുത്തത് കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. ഇടവക്കൂറുകാരുടെ 4-ാമിടത്തും 5-ാമിടത്തും 6-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 7-ാം തീയതിയും 8-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. തിങ്കളാഴ്ച മുതൽ 4-ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:45 വരെ ചന്ദ്രൻ 4-ാമിടത്ത് കൂടി സഞ്ചരിക്കുകയാകയാൽ ഗുണദോഷ സമ്മിശ്രമാകുന്നു. എല്ലാത്തിനും ഒരു ഭയം ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:45 ശേഷം 6-ാം തീയതി വെള്ളിയാഴ്ച രാത്രി 10:18 വരെ ചന്ദ്രൻ 5-ാമിടത്ത് കൂടി സഞ്ചരിക്കുകയാകയാൽ പ്രതികൂലമാകുന്നു. കാര്യതടസ്സം, പലവിധത്തിലുള്ള ദുഃഖങ്ങളും മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു. 6-ാം തീയതി വെള്ളിയാഴ്ച രാത്രി 10:18 ശേഷം ചന്ദ്രൻ 6-ാമിടത്ത് കൂടി സഞ്ചരിക്കുകയാകയാൽ അനുകൂലമാകുന്നു. ഞായറാഴ്ച വരെ കാര്യവിജയം, അതും ശത്രുക്കളിന്മേൽ വിജയം, ശത്രുനാശം, രോഗശമനം, ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു. അടുത്തത് മകീരം 2-ാം പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. മിഥുനക്കൂറുകാരുടെ 3-ാമിടത്തും 4-ാമിടത്തും 5-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 2-ാം തീയതിയും 3-ാം തീയതിയും 4-ാം തീയതി ഉച്ചയ്ക്ക് 1:45 വരെയും ശുഭദിനങ്ങളാകുന്നു. തിങ്കളാഴ്ച മുതൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:45 വരെ ചന്ദ്രൻ 3-ാമിടത്ത് കൂടി സഞ്ചരിക്കുകയാകയാൽ കാര്യവിജയം, ദാമ്പത്യ സൗഖ്യം, കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ,
വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. മാർച്ച് 4-ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:45 മുതൽ ചന്ദ്രൻ 4-ാമിടത്ത് കൂടി സഞ്ചരിക്കുകയാകയാൽ 6-ാം തീയതി വെള്ളിയാഴ്ച രാത്രി 10:18 വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു. എല്ലാത്തിനും ഒരു ഭയം ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു. 6-ാം തീയതി വെള്ളിയാഴ്ച രാത്രി 10:18 മുതൽ ചന്ദ്രൻ 5-ാമിടത്ത് കൂടി സഞ്ചരിക്കുകയാകയാൽ ഞായറാഴ്ച വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. പലവിധത്തിലുള്ള ദുഃഖങ്ങളും മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു. അടുത്തത് പുണർദം, കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. കർക്കിടകക്കൂറുകാരുടെ 2-ാമിടത്തും 3-ാമിടത്തും 4-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 4-ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:45 മുതലും 5-ാം തീയതിയും 6-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. തിങ്കളാഴ്ച മുതൽ 4-ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:45 വരെ ചന്ദ്രൻ 2-ാമിടത്ത് കൂടി സഞ്ചരിക്കുകയാകയാൽ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. ധനനഷ്ടത്തിനും മാനഹാനിക്കും സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക. ധനക്രയ വിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈശ്വരാധീനത്തിനായി നന്നായിട്ട് പ്രാർത്ഥിക്കുക. തടസ്സങ്ങൾ മാറുന്നതായിരിക്കും. 4-ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:45 ശേഷം 6-ാം തീയതി വെള്ളിയാഴ്ച രാത്രി 10:18 വരെ ചന്ദ്രൻ 3-ാമിടത്ത് കൂടി സഞ്ചരിക്കുകയാകയാൽ അനുകൂലമാകുന്നു. കാര്യവിജയം, ദാമ്പത്യ സൗഖ്യം, കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ, വസ്ത്രാദി ധനലാഭവും സൗഖ്യവും ഫലങ്ങളാകുന്നു. 6-ാം തീയതി വെള്ളിയാഴ്ച രാത്രി 10:18 മുതൽ ഞായറാഴ്ച വരെ ചന്ദ്രൻ 4-ാമിടത്ത് കൂടി സഞ്ചരിക്കുകയാകയാൽ ഗുണദോഷ സമ്മിശ്രമാകുന്നു. എല്ലാത്തിനും ഒരു ഭയം ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു. അടുത്തത് മകം, പൂരം, ഉത്രം, കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരാകുന്നു. ഈ കൂറുകാരുടെ 1-ാമിടത്തും 2-ാമിടത്തും 3-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 2-ാം തീയതിയും 3-ാം തീയതിയും 4-ാം തീയതി ഉച്ചയ്ക്ക് 1:45 വരെയും 7-ാം തീയതിയും 8-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. തിങ്കളാഴ്ച മുതൽ 4-ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:45 വരെ ചന്ദ്രൻ ജന്മത്തിലൂടെ, അതായത് 1-ാമിടത്ത് കൂടി സഞ്ചരിക്കുകയാകയാൽ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ഭോഗം അഥവാ വിഷയസുഖം, ശയന സൗഖ്യം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. 4-ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:45 മുതൽ 6-ാം തീയതി വെള്ളിയാഴ്ച രാത്രി 10:18 വരെ ചന്ദ്രൻ 2-ാമിടത്ത് കൂടി സഞ്ചരിക്കുകയാകയാൽ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. ധനനഷ്ടത്തിനും മാനഹാനിക്കും സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക. ധനക്രയ വിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. കർമ്മങ്ങൾ തുടങ്ങുമ്പോൾ ഈശ്വരനാമം ജപിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും. 6-ാം തീയതി വെള്ളിയാഴ്ച രാത്രി 10:18 മുതൽ ഞായറാഴ്ച വരെ ചന്ദ്രൻ 3-ാമിടത്ത് കൂടി സഞ്ചരിക്കുകയാകയാൽ അനുകൂലമാകുന്നു. കാര്യവിജയം, ദാമ്പത്യ സൗഖ്യം, കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ, ധനലാഭം, സൗഖ്യം എന്നിവ ഫലങ്ങളാകുന്നു. അടുത്തത് ഉത്രം, മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരാകുന്നു. ഈ കൂറുകാരുടെ 12-ാമിടത്തും 1-ാമിടത്തും 2-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 4-ാം തീയതി ഉച്ചയ്ക്ക് 1:45 ശേഷവും 5-ാം തീയതിയും 6-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. തിങ്കളാഴ്ച മുതൽ
4-ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:45 വരെ ചന്ദ്രൻ 12-ാമിടത്ത് കൂടി സഞ്ചരിക്കുകയാകയാൽ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. അമിതമായിട്ടുള്ള ചിലവിനും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ ധനക്രയ വിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഈശ്വരനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. 4-ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:45 മുതൽ 6-ാം തീയതി വെള്ളിയാഴ്ച രാത്രി 10:18 വരെ അനുകൂലമാകുന്നു. ചന്ദ്രൻ ജന്മത്തിലൂടെ അഥവാ 1-ാമിടത്തു കൂടി സഞ്ചരിക്കുകയാകയാൽ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ശയന സൗഖ്യം, ഭോഗം അഥവാ വിഷയസുഖം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. 6-ാം തീയതി വെള്ളിയാഴ്ച രാത്രി 10:18 മുതൽ ഞായറാഴ്ച വരെ ചന്ദ്രൻ 2-ാമിടത്ത് കൂടി സഞ്ചരിക്കുകയാകയാൽ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. ധനനഷ്ടത്തിനും മാനഹാനിക്കും സാധ്യതയുള്ളതിനാൽ ധനക്രയ വിക്രയങ്ങൾ ശ്രദ്ധിക്കുക. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തത് ചിത്തിര 2-ാം പകുതി, ചോതി, വിശാഖം 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. തുലാക്കൂറുകാരുടെ 11-ാമിടത്തും 12-ാമിടത്തും 1-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 2-ാം തീയതിയും 3-ാം തീയതിയും 4-ന് ഉച്ചയ്ക്ക് 1:45 വരെയും 7-ാം തീയതിയും 8-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. തിങ്കളാഴ്ച മുതൽ 4-ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:45 വരെ ചന്ദ്രൻ 11-ാമിടത്ത് കൂടി സഞ്ചരിക്കുകയാകയാൽ അനുകൂലമാകുന്നു. കാര്യവിജയം, മോദം അഥവാ സന്തോഷം, ധനലാഭം അതും പല വഴികളിലൂടെ ധനനേട്ടം, ബന്ധുസമാഗമം, ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു. 4-ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:45 മുതൽ 6-ാം തീയതി വെള്ളിയാഴ്ച രാത്രി 10:18 വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. അമിതമായിട്ടുള്ള ചിലവിനും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ ധനക്രയ വിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും. 6-ാം തീയതി വെള്ളിയാഴ്ച രാത്രി 10:18 മുതൽ ഞായറാഴ്ച വരെ ചന്ദ്രൻ ജന്മത്തിലൂടെ അഥവാ 1-ാമിടത്ത് കൂടി സഞ്ചരിക്കുകയാകയാൽ മൃഷ്ടാന്ന ലാഭവും ശയന സൗഖ്യവും ഭോഗം അഥവാ വിഷയസുഖവും വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. അടുത്തത് വിശാഖം 1/4 ഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. വൃശ്ചികക്കൂറുകാരുടെ 10-ാമിടത്തും 11-ാമിടത്തും 12-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 2-ാം തീയതിയും 3-ാം തീയതിയും 4-ാം തീയതിയും 5-ാം തീയതിയും 6-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. തിങ്കളാഴ്ച മുതൽ 6-ാം തീയതി വെള്ളിയാഴ്ച രാത്രി 10:18 വരെ ചന്ദ്രൻ 10-ാമിടത്തും 11-ാമിടത്തും കൂടി സഞ്ചരിക്കുകയാകയാൽ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം, അഭീഷ്ടപ്രാപ്തി, മോദം അഥവാ സന്തോഷം, ബന്ധുസമാഗമം, പല വഴികളിലൂടെ ധനനേട്ടം, ധനാഭിവൃദ്ധി, സുഹൃത്സംഗമം എന്നിവ ഫലങ്ങളാകുന്നു. 6-ാം തീയതി വെള്ളിയാഴ്ച രാത്രി 10:18 മുതൽ ഞായറാഴ്ച വരെ അനുകൂലമല്ല, ചന്ദ്രൻ 12-ാമിടത്ത് കൂടിയാണ് സഞ്ചരിക്കുന്നത്. ആയതിനാൽ അമിതമായിട്ടുള്ള ചിലവിനും ധനനഷ്ടത്തിനും സാധ്യത കാണുന്നു. ധനക്രയ വിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഈശ്വരനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തത്
മൂലം, പൂരാടം, ഉത്രാടം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനുക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. ധനുക്കൂറുകാരുടെ 9-ാമിടത്തും 10-ാമിടത്തും 11-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 4-ാം തീയതി ഉച്ചയ്ക്ക് ശേഷവും 5-ാം തീയതിയും 6-ാം തീയതിയും 7-ാം തീയതിയും 8-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. തിങ്കളാഴ്ച മുതൽ 4-ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:45 വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു. ആരോഗ്യം അത്ര തൃപ്തികരമല്ല. ആയതിനാൽ രോഗങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കുക. ഉദരസംബന്ധമായി വൈഷമ്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ മുൻകരുതലെടുക്കുക. ഭക്ഷണകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. 4-ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:45 മുതൽ ഞായറാഴ്ച വരെ ചന്ദ്രൻ 10-ാമിടത്തും 11-ാമിടത്തും കൂടി സഞ്ചരിക്കുകയാകയാൽ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം, അഭീഷ്ടപ്രാപ്തി, ധനനേട്ടം, അതും പല വഴികളിലൂടെ ധനനേട്ടം, ബന്ധുസമാഗമം, സുഹൃത്സംഗമം എന്നിവ ഫലങ്ങളാകുന്നു. അടുത്തത് ഉത്രാടം 1/4 ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. മകരക്കൂറുകാരുടെ 8-ാമിടത്തും 9-ാമിടത്തും 10-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 7-ാം തീയതിയും 8-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. തിങ്കളാഴ്ച മുതൽ 4-ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:45 വരെ 8-ാമിടത്ത് കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. അഗ്നിസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ സൂക്ഷിക്കുക. അപകട സാധ്യത കാണുന്നു. ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾക്കും സാധ്യതയുള്ളതിനാൽ മുൻകരുതലെടുക്കുക. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:45 മുതൽ 6-ാം തീയതി വെള്ളിയാഴ്ച രാത്രി 10:18 വരെ ചന്ദ്രൻ 9-ാമിടത്തു കൂടി സഞ്ചരിക്കുകയാകയാൽ ഗുണദോഷ സമ്മിശ്രമാകുന്നു. ആരോഗ്യം അത്ര തൃപ്തികരമല്ല. ഉദരസംബന്ധമായിട്ട് വൈഷമ്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ മുൻകരുതലെടുക്കുക. രോഗങ്ങൾ വരാതെ നോക്കുക. 6-ാം തീയതി വെള്ളിയാഴ്ച രാത്രി 10:18 മുതൽ ഞായറാഴ്ച വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം, അഭീഷ്ടപ്രാപ്തി എന്നിവ ഫലങ്ങളാകുന്നു. അടുത്തത് അവിട്ടം 2-ാം പകുതി, ചതയം, പുരുരുട്ടാതി 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. കുംഭക്കൂറുകാരുടെ 7-ാമിടത്തും 8-ാമിടത്തും 9-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 2-ാം തീയതിയും 3-ാം തീയതിയും 4-ാം തീയതി ഉച്ചയ്ക്ക് 1:45 വരെയും ശുഭദിനങ്ങളാകുന്നു. തിങ്കളാഴ്ച മുതൽ 4-ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:45 വരെ ചന്ദ്രൻ 7-ാമിടത്തു കൂടി സഞ്ചരിക്കുകയാകയാൽ അനുകൂലമാകുന്നു. കാര്യവിജയം, സൗഖ്യം, മൃഷ്ടാന്ന ലാഭം, ശയന സൗഖ്യം, ധനലാഭം, സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത എന്നിവ ഫലങ്ങളാകുന്നു. മാർച്ച് 4-ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:45 മുതൽ 6-ാം തീയതി വെള്ളിയാഴ്ച രാത്രി 10:18 വരെ അനുകൂലമല്ല. ചന്ദ്രൻ അഷ്ടമത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. കാര്യതടസ്സം കാണുന്നു. അഗ്നിസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ സൂക്ഷിക്കുക. ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കാണുന്നു. ആയതിനാൽ മുൻകരുതലെടുക്കുക. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും. 6-ാം തീയതി വെള്ളിയാഴ്ച രാത്രി 10:18 മുതൽ ഞായറാഴ്ച വരെ ചന്ദ്രൻ 9-ാമിടത്ത് കൂടി സഞ്ചരിക്കുകയാകയാൽ ഗുണദോഷ സമ്മിശ്രമാകുന്നു. ഉദരസംബന്ധമായിട്ട് വൈഷമ്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു.
രോഗങ്ങൾ വരാതെ നോക്കുക. ആരോഗ്യം അത്ര തൃപ്തികരമല്ല. അടുത്തത് പുരുരട്ടാതി, കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. മീനക്കൂറുകാരുടെ 6-ാമിടത്തും 7-ാമിടത്തും 8-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 2-ാം തീയതിയും 3-ാം തീയതിയും 4-ാം തീയതിയും 5-ാം തീയതിയും 6-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. തിങ്കളാഴ്ച മുതൽ 6-ാം തീയതി വെള്ളിയാഴ്ച രാത്രി 10:18 വരെ ചന്ദ്രൻ 6-ാമിടത്തും 7-ാമിടത്തും കൂടി സഞ്ചരിക്കുകയാകയാൽ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് ശത്രുക്കളിന്മേൽ വിജയം, ശത്രുനാശം, ധനലാഭം, രോഗശമനം, സൗഖ്യം, മൃഷ്ടാന്നലാഭം, ശയനസൗഖ്യം, ധനലാഭം, സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത എന്നിവ ഫലങ്ങളാകുന്നു. 6-ാം തീയതി വെള്ളിയാഴ്ച രാത്രി 10:18 മുതൽ ഞായറാഴ്ച വരെ അനുകൂലമല്ല. ചന്ദ്രൻ അഷ്ടമത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ആയതിനാൽ അഗ്നിസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ സൂക്ഷിക്കുക. അപകട സാധ്യത കാണുന്നു. ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക. തടസ്സങ്ങളെ അതിജീവിക്കുന്നതിനായി ഈശ്വരനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. എല്ലാ നക്ഷത്രക്കാർക്കും ഈ ആഴ്ചയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.